വെൽക്കം ബാക്ക്. സോ ഫൈനലി എന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ അവസ്ഥ, പറ്റിയ സീസൺ വന്നിട്ടുണ്ട്. ചൂട് ഒടുക്കത്തെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. ആൻഡ് ആക്ച്വലി ഈ സമയം മുതൽ തണുപ്പ് തുടങ്ങുന്നതിന് മുന്നേ വരെയാണ് ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാൻ കൂടുതൽ പ്രിഫർ ചെയ്യണത്. സോ ഐ എം വെരി എക്സൈറ്റഡ്. കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യാൻ പോണത്. അതും റെഡിമെയ്ഡ് അല്ല, ഞാൻ വീട്ടിലുണ്ടാക്കാൻ പോവാണ്. ആൻഡ് വളരെ സിമ്പിൾ ബേസിക് ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയെ വരുന്നുണ്ടായിരുന്നില്ല ഞാൻ എങ്ങനെ ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. സോ എൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി നല്ല ഷൈനി, സ്കാൽപ്പിന് നല്ല ഹെൽത്തി അങ്ങനെയൊക്കെ ആക്കണം എന്നുള്ളതായിട്ട്. ഇപ്പോൾ ഇവിടെ നല്ല കടുത്തത്തിൽ വെച്ച് നല്ല സ്ട്രോങ് ആയിട്ട് കട്ടൻ ചായ, യെസ്, ബ്ലാക്ക് ടീ ഇവിടെ ഉണ്ടാക്കാണ്ട് 2 സ്പൂൺ ആൻഡ് 1 ഗ്ലാസിൻ്റെ അത്ര ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ നല്ലോണം ഇട്ട് അങ്ങോട്ട് വെട്ടി തിളപ്പിച്ച് നല്ല സ്ട്രോങ്കസ്റ്റ് കോങ്കോക്ഷൻ ആക്കണുണ്ട്. എന്നിട്ട് അവിടെ തന്നെ അത് സെറ്റ് ആവാനായിട്ട് ഇരുന്നോട്ടെ. ബിക്കോസ് ഇത് നമ്മൾ തണുപ്പിക്കില്ല, നമ്മളിത് ചൂടോടെ എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രീം അല്ല, ഒരു 80 ഡിഗ്രി ഒക്കെ ആയിട്ടിരിക്കൂലേ, ആ ഒരു അവസ്ഥയിലാണ് ഇതിനെ യൂസ് ചെയ്യാൻ പോണത്. സോ സ്ട്രെയിൻ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ആ കളർ കണ്ടില്ല, യെസ്, ഇതുപോലെ നല്ല ഡാർക്ക് കളർ വേണം കേട്ടോ. ഹെന്നയായിട്ട് ഞാൻ ഇവിടെ പതഞ്ജലിയുടെ യൂസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഈ ഒരു പതഞ്ജലിയുടെ പണ്ട് ഞാൻ ചെറുതായിരുന്നു വെച്ചാൽ ടീനേജ് ടൈമിലില്ലേ ഇത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5-10 രൂപയുടെ ഒക്കെ പാക്കറ്റ് കിട്ടുമായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷെ അതിനുശേഷം ഞാൻ നൂപൂർ യൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ, ഇതെല്ലാമേ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു നോസ്റ്റാൾജിയ ഫീൽ വന്നപ്പോൾ ഞാൻ മേടിച്ച് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഫൈനലി ഞാനൊരു നല്ല അയൺ പാൻ മേടിച്ചിട്ടുണ്ട്, സ്പെഷ്യലി ഫോർ മൈ ഹെന്ന മാസ്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് റോഡ് സൈഡിൽ വിൽക്കണമായിട്ട് ഞാൻ വേഗം മേടിച്ചതായിരുന്നു. എന്നാൽ കറക്റ്റ് ആ ഒരു എന്താ പറയുക സൈസ് തന്നെയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. പെർഫെക്റ്റ് ആണ്. കാരണം ഈ ഹെന്ന മാസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇടയ്ക്ക് യൂസ് ചെയ്യും, പല രീതിയിൽ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളോട് അപ്പം ഷെയർ ചെയ്യും. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യണത്. ഫോർ യുവർ ഇൻഫർമേഷൻ എൻ്റെ അല്ലേ ഗൈസ്, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞേക്കാം, ഈ ഒരു ബ്ലാക്ക് ടീയിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, നോർമൽ ടീ ലീവ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു വിസ്കറാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇട്ട് അടിക്കുന്ന സംഭവം. അത് വെച്ചിട്ട് നല്ലോണം ഇത് എന്താ പറയുക പേസ്റ്റ് ആവണുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് എണ്ണ ഒഴിക്കണം, എന്നാലേ ആ ഒരു ലംസ് ഒന്നും വരാണ്ടിരിക്കുകയുള്ളൂ. ആൻഡ് എൻ്റെ ഫുൾ ഫോക്കസ് തന്നെ ഇല്ലേ എന്താ പറയുക ഹെയറിനെ നല്ലതായിട്ട് തിക്കാക്കുക ആൻഡ് സ്കാൽപ്പിനെ നന്നായിട്ട് ഹെൽത്തി ആക്കുക എന്നുള്ളതാണ്. ആൻഡ് എൻ്റെ ബ്ലാക്ക് ഹെയറിനോട് ഞാനിപ്പോൾ വളരെ ഒബ്സസ്ഡ് ആണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ബർഗണ്ടി ബ്രൗൺ കളർ കിട്ടണമെന്നേ ഒട്ടുമേ ഇല്ല. അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു മാസ്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഒരു 6 to 7 hours, എനിക്കൊന്ന് 8 to 10 hours എങ്ങാണ്ട് ആയിട്ടുണ്ട്. കാരണം രാവിലെ ഞാൻ ഉണ്ടാക്കിയേക്കായിരുന്നു ഒരു 5-6 മണിയായപ്പോൾ. വൈകുന്നേരമാണ് ഞാനിത് അപ്ലൈ ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, യെസ്, ഇത്രയും മണിക്കൂർ കഴിഞ്ഞപ്പോൾ അതേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് കുറേ അങ്ങോട്ട് ലിക്വിഡ് ആക്കരുത്, എന്നാൽ ആവേം വേണം എന്ന് വെച്ചാൽ ഭയങ്കര തിക്കും ആകരുത്, ഡ്രൈയും ആകരുത്. അഥവാ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഹെന്ന നന്നായിട്ട് സോക്ക് ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് അപ്ലൈ ചെയ്യണമെന്ന് ജസ്റ്റ് മുന്നേറ്റ് ഞാനിവിടെ ഒരു എന്താ പറയുക 2 തന്നെയാന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ 3, യെസ്, അത്രയും ഞാനിവിടെ കേർഡ് യൂസ് ചെയ്യണുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ തൈര് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ ഇത്തവണ നാരങ്ങ വെച്ചാൽ ലെമൺ ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ടായിരുന്നു, എക്സ്ട്രാ ഷൈനൊക്കെ കിട്ടാൻ നല്ലതാണ്. പക്ഷെ ഇത്തവണ മറന്നുപോയി. ഞാൻ കുറേ പേർക്ക് ഇങ്ങനെ ഡൗട്ട് വരാറുണ്ടല്ലോ അത് വെച്ചിട്ട് ഹെയർ ഗ്രേ ആവുമെന്നുള്ളത്. അങ്ങനെ ഡൗട്ട് വെച്ചും കൊണ്ട് ആഡ് ചെയ്യേണ്ട, അത്രയല്ലേ ഉള്ളൂ കാര്യം. ഈ തൈരിനകത്ത് ആക്ച്വലി കുറച്ച് പുളി ഉണ്ടായിരുന്നു. അപ്പോൾ പുളി എന്തായാലും ആയിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതാണ് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മാസ്ക് ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ട് കൂടുതൽ ആർത്തി ഇതിൻ്റെ മണം കാരണം വായിൽ വെള്ളം. ഓ മൈ ഗോഡ്, എനിക്ക് എന്നാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കഴിച്ചാൽ. ഞാൻ എപ്പോൾ മുതൽ വെച്ചാൽ ചെറുതായിരുന്നപ്പോൾ മുതൽ എൻ്റെ ടീനേജ് ടൈം മുതൽ ഇത് അപ്ലൈ ചെയ്യണത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുടിക്ക് കിട്ടുന്ന ഒരു സന്തോഷം നെക്സ്റ്റ് ലെവലാണ്. പോരാണ്ട് ഓടുക്കാത്ത ചൂടും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴെന്ന് നല്ല തണുപ്പ് കിട്ടും ഫുൾ ബോഡിക്ക് തന്നെ. സോ യെസ്, അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ചെയ്ത് വെച്ചേക്കണ ബ്രേഡില്ല, അത് കഴിച്ചിട്ട് നന്നായിട്ട് ജടവിടുത്തേണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഹെന്ന അല്ലെങ്കിൽ തന്നെ കുറച്ച് മുടിയെ ഡ്രൈ ആക്കണ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് കേർഡ് ആഡ് ചെയ്തത് തന്നെ ഭയങ്കര അങ്ങോട്ട് ഡ്രൈ ആവാണ്ടിരിക്കാനായിട്ട്. കുറച്ചൊക്കെ അത് പ്രൊട്ടക്റ്റ് ചെയ്യും, എക്സ്ട്രീംലി ഇല്ലെങ്കിലും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ കൈ കൊണ്ട് തന്നെ ആദ്യം മുടിയൊക്കെ നന്നായിട്ട് ജടയൊക്കെ വിടുത്തിന് ശേഷം ഇവിടെ ചീപ്പ് യൂസ് ചെയ്തതും കൂടെ നന്നായിട്ട് ജട വിടുത്തി കൊടുക്കണുണ്ട്. എന്ന് വെച്ചാൽ ഹെന്നയ്ക്ക് ഒട്ടുമേ ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മൂത്ത് ആയിട്ട് വേണം നമ്മുടെ ഹെന്നയുടെ വെൽക്കം നമ്മൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഒബ്വിയസ്ലി ഞാൻ ഓൾമോസ്റ്റ് മറന്നതായിരുന്നു, പക്ഷെ എനിക്ക് തോന്നി എന്തോ ഇവിടെ പന്തികേടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടു. ആൻഡ് ദെൻ ഇവിടെ ആദ്യം തന്നെ ഞാൻ സ്കാൽപ്പിലേക്കാണ് കേട്ടോ ഫോക്കസ് ചെയ്യണത്. കാരണം ഹെന്ന കൂടുതലും അമേസിങ് ആണ് നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര സോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെയിൻഫുൾ ആയിട്ട് ഇരിക്കരുത്, സ്കിന്നൊക്കെ പോയിട്ടിരിക്കുക, അങ്ങനത്തെ അവസ്ഥയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ?
അപ്പോൾ സ്കാൽപ്പിൽ നന്നായിട്ട് ഹെൽത്തി ആക്കാനായിട്ട് പൊള്ളി സംഭവമാണ് കേട്ടോ ഹെന്ന. പോലെയാണ് നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും നല്ലതാണ് ഗൈസ്. യെസ്, തിക്കായിട്ടുള്ള ഹെയർ ഗ്രോത്ത് നമുക്കുണ്ടാവും ഇത് യൂസ് ചെയ്യണമെങ്കിൽ. ഗ്രോ ആകും, നല്ല സ്കാൽപ്പ് ഹെൽത്തിയാവും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഓൾറെഡി വളർന്നിരിക്കുന്ന മുടിയിൽ അതിനെ വരെ നന്നായിട്ട് തിക്കാക്കും. ബിക്കോസ് ഇതൊരു പതുക്കെ ഒരു കോട്ടിങ് നമ്മുടെ ഓരോരോ മുടിക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ടിരിക്കും. ആൻഡ് ഓവറോൾ തന്നെ നല്ല ഹെൽത്തിയാണ്. ഒരു ബെസ്റ്റ് ഫീലാണ് ഗൈസ് ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടോ ഒരൊറ്റ ഇടം പോലും വിടാണ്ട് ഞാൻ പാർട്ടീഷൻ ചെയ്ത് അടുത്തടുത്തടുത്തായിട്ട് പാർട്ടീഷൻ ചെയ്യണത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പതുക്കെ അങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കണമുണ്ട്. കാരണം നമ്മൾ അപ്ലൈ ചെയ്യുന്തോറും ഹെന്ന അവിടെ സെറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. സോ ഇത് ഇച്ചിരി തിക്കായിട്ടുള്ള അങ്ങനെ ഒരു ഡ്രൈ കൈൻഡ് ഓഫ് ഒരു മാസ്ക് അല്ലേ. അപ്പോൾ അറ്റ് ദ എൻഡ് ഭയങ്കര രസത്തോടെ അങ്ങോട്ട് മസാജ് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ മസാജ് ചെയ്ത് കൊടുക്കണുണ്ട്. സോ യെസ്, അത് അപ്ലൈ ചെയ്യണത് തന്നെ ഒരു നെക്സ്റ്റ് ലെവൽ ട്രീറ്റ്മെൻറ്റ് ഫീലിംഗ് ആണ് ഗൈസ്. നല്ലൊരു രസമാണ് ഫീലാണ്. അതിൻ്റെ ഒപ്പം തന്നെ പതുക്കെ പുറകെ നല്ല മ്യൂസിക്കും കൂടെ വെച്ചാൽ പിന്നെ എന്ത് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ പതുക്കെ ഒന്നും ഡ്രൈ ആവാത്ത ഭാഗത്തൊക്കെ ഒന്ന് പതുക്കെ മസാജൊക്കെ ചെയ്ത് കൊടുക്കണുണ്ട്. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു നല്ല ഫീൽ വരണുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്. അറ്റ് ദിസ് പോയിന്റ് യെസ്, ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ ഇനി നെക്സ്റ്റ് ബാക്കി വന്നതില്ല, ഞാൻ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പണ്ടെന്നൊക്കെ പറഞ്ഞാലില്ലേ, ഞാൻ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ മുടിയേ കാണില്ലായിരുന്നു. അത്രയും ഞാൻ ഹെന്നനെ പാക്ക് അങ്ങോട്ട് ചെയ്ത് വെക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. ഞാൻ നോർമലി ഹെന്ന എല്ലാം മുടിയുമ്പോൾ അത്രയും രീതിയിൽ ഞാൻ അപ്ലൈ ചെയ്യും. ബൈ ദ വൈ എൻ്റെ ഹിപ്പ് ലെങ്ത്തിനനുസരിച്ച് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ അതിനെക്കാട്ട് കൂടുതലിച്ചിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഒരു സമയത്ത് ഒരു സൈഡാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത്. ഫുൾ മുടിയെടുത്ത് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ ചില സമയത്ത് എൻ്റെ ചില മുടികളൊക്കെ അങ്ങോട്ട് വിട്ടു. അപ്പോൾ വിടമാട്ടെ അതുകൊണ്ട് ഞാൻ ആദ്യം വൺ സൈഡ് ചെയ്തിട്ട് മറ്റേ സൈഡും കൂടെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഫുൾ ബണ്ണൊക്കെ ആക്കി ഞാനിവിടെ ഉണ്ണിയാഴ്ച ആയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പാർട്ട്. ഇനി ഈ അപ്ലൈ ചെയ്തേക്കണ ഹെന്നില്ലേ, അല്ലെങ്കിലോ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആക്കും. പക്ഷേ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തലയിലിരിക്കണ ഈ ഹെന്നെ ഡ്രൈ ആക്കരുത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കവർ അങ്ങോട്ട് ചുറ്റാട്ടാം. ഞാനിവിടെ റോൾ അടിക്കാനായിട്ട് ഷവർ ക്യാപ്പാണ് യൂസ് ചെയ്യണത്. ബിക്കോസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. കാരണം ഹെന്ന അവിടെ ഇരുന്ന് കൊണ്ട് ട്രീറ്റാണ് ചെയ്യേണ്ടത്, ഉള്ള മുടി നശിപ്പിക്കല്ല വേണ്ടത്. സോ യെസ്, അപ്പം ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാത്തിനെയും പോലെ തന്നെ ഹെന്നയുടെ കാര്യം അതാണ്. നമ്മൾ മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇരട്ടി പണി കിട്ടും മറിച്ചും. സോ 1 മണിക്കൂർ മാത്രമേ ഞാൻ വെക്കണുള്ളൂ, ജസ്റ്റ് ഫോർ 1 hour വരെ വെക്കണുള്ളൂ ഞാൻ. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മുടിക്ക് ഭയങ്കര കളറ് കിട്ടാനോ അങ്ങനത്തെ ഒരു സീനല്ല. മുടിയെ ഹെൽത്തി ആക്കാൻ, കണ്ടീഷൻ ചെയ്യാനായിട്ട്, ഷൈൻ ചെയ്യാൻ, സ്കാൽപ്പിനെ ഹെൽത്തി ആക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഇതിനെ അപ്ലൈ ചെയ്തേക്കണത്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഹെന്നേനെ ഞാൻ വെറും 1 മണിക്കൂർ വെച്ചേക്കണം, അല്ലെങ്കിൽ ഞാൻ 3-4 മണിക്കൂർ. യെസ്, കിഡ് യു നോട്ട്, സത്യം അത്രയും നേരം ഞാൻ വെക്കരുത്. ബിക്കോസ് ആ സമയത്ത് ഈ ബർഗണ്ടി ഹെയർ അല്ലെങ്കിൽ ബ്രൗൺ ഹെയറിനോട് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഈ ഒരു ഒബ്സഷൻ്റെ പുറകെ മമ്മി ഒരു പ്രാവശ്യം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഒരു ദിവസം നീ ബ്ലാക്ക് ഹെയറിന് വേണ്ടി കൊതിക്കും. ആൻഡ് ശരിയാണ് കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ എൻ്റെ ബ്ലാക്ക് ഹെയറിനോട് ഭയങ്കര ഒബ്സസ്ഡ് ആണ്. സോ യെസ്, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് ഇന്ന് ഞാൻ ഈ ഫുൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തേക്കണേ. ഇനി ഇത് വാഷ് ചെയ്ത് കളയാൻ വേണം സൊസൈറ്റിയുടെ മുഴുവൻ ടാങ്കിലെ വെള്ളം. അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് ഞാൻ കൂടുതൽ ഓവർ ക്വാണ്ടിറ്റി യൂസ് ചെയ്യാണ്ടിരുന്നത്. കാരണം വാഷ് ചെയ്യുമ്പോഴില്ലേ നമുക്ക് കുറേ വെള്ളവും വേണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാൻ നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി അങ്ങനെ കഴുകി ഫുൾ കളയും. എന്നാൽ പോലും നമ്മുടെ ഹെയറിൽ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ ഇരിപ്പുണ്ടാവും. അത് ഫോർ ഷുവറാണ്. സ്കാൽപ്പിൽ പ്രത്യേകിച്ച് മുടിയിൽ നിന്ന് മുഴുവൻ പോവും, ബട്ട് സ്കാൽപ്പിൽ എന്തായാലും കുറച്ച് അവിടെ ഇവിടെ പിടിക്കും. അതെന്തൊക്കെ പോയാലും നമ്മുടെ നെക്സ്റ്റ് വാഷ് വരുമല്ലോ, ഈ ഹെന്നയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള നെക്സ്റ്റ് വാഷ് ഉണ്ടാവില്ല 2-3 ദിവസം കഴിഞ്ഞിട്ട്, അപ്പോഴാണ് അതിലേക്ക് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ടവൽ ഡ്രൈ ഒക്കെ ചെയ്യാനായിട്ട് ടവലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ആൻഡ് അത്യാവശ്യം എന്താ പറയുക, വെള്ളം സോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു ഡാമ്പ് ടു വെറ്റ് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഹെയർ ഇരിക്കണത്. ആൻഡ് ഓ മൈ ഗോഡ് ഗൈസ്, മുഴുവൻ മുറി എന്ന് വെച്ചാൽ ഫുൾ റൂം എന്ത് നല്ല സ്മെല്ലായിരുന്നു. ഹെന്നയുടെ കുടയും തോറും സ്മെല്ല് ഇങ്ങനെ അടിച്ചടിച്ച് വരുമായിരുന്നു കേട്ടോ. ആൻഡ് മുടി എന്തൊരു ഹെൽത്തി, ആൻഡ് എൻ്റെ മുടി നോക്കിയ ഗൈസ് എന്തൊരു ഹാപ്പി ആയിട്ടൊരു ഗിഗ്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ശരിക്കും കേട്ടോ, സ്മെൽ പൊളി, ഫീൽ പൊളി, എല്ലാം കൊണ്ടും ഹാപ്പി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ സ്കാൽപ്പിലേക്ക് എൻ്റെ എന്താ പറയുക ഹെയർ ടോണിക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഓൾറെഡി ഞാൻ എൻ്റെ പോസ്റ്റ് ഹെയർ വാഷ് റൂട്ടീൻ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയുണ്ട് എൻ്റെ അളവ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതെല്ലാം. അപ്പോൾ ഞാനിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പതുക്കെ മസാജൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഞാൻ എപ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോഴും
ടോവൽ ഡ്രൈ ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴും ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഈയിടെ. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മറക്കാണ്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും രാസ്നാദി പൊടി. അത് മറക്കൂല. അപ്പോൾ എന്നെ വെച്ചിട്ട് അല്ലെങ്കിലും ജലദോഷം പിടിക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇല്ലേ, രാസ്നാദി പൊടി യൂസ് ചെയ്താൽ മതി. അപ്പം സീൻ ഉണ്ടാവില്ല. അങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ജലദോഷം അല്ലെങ്കിൽ നീരിറക്കൽ അങ്ങനത്തെ ഒരു സീൻ വരാറില്ല. അല്ലെങ്കിൽ ഞാൻ രാസ്നാദി ഒന്ന് തൊട്ട് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് അതിൻ്റെ സ്മെല്ലിനോടാണ് ഗൈസ്, എൻ്റെ ചിരക്കത്തിൻ്റെ സ്മെല്ലിനോടാണ് എനിക്ക് ഒബ്സെഷൻ. അപ്പോൾ അതൊന്ന് പതുക്കെ എന്താ പറയുക തൊട്ട് കൊടുക്കും. ഇത്രയും നേരമായിട്ട് എൻ്റെ രാസ്നാദിയുടെ സ്റ്റെപ്പ് വന്നില്ല, ഞാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൂമെൻറ്റിൽ ഞാനില്ലേ നമ്മുടെ എന്താ പറയുക ഹെയറിൻ്റെ എൻഡ്സ് ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു ഹെന്ന കാരണം അതിനകത്ത് കേർഡ് തൈരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പതുക്കെ ഡ്രൈനെസ് ഒക്കെ എന്തായാലും വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാനായിട്ട് ഞാൻ കുറച്ചിവിടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നൈക്ക ഹോളിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ പുതിയ ഹോഹോബ ഓയിൽ മേടിച്ചിട്ടുണ്ടെന്നുള്ളത്. യെസ്, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് എൻഡ്സിലേക്ക് മാത്രം. ആൻഡ് ലുക്ക് അറ്റ് മീ ആൻഡ് മൈ ഹെയർ, വി ബോത്ത് ആർ സോ ഹാപ്പി. ഒന്നും പറയാനുള്ള ഗൈസ്, നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്താ വേണ്ടത്, വേഗം പോയി യൂസ് ചെയ്യ് ആൻഡ് എൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നേട്. ഓക്കെ, അപ്പോൾ കാണിച്ചിരുന്ന എല്ലാ പ്രൊഡക്ട്സിലും ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാട്ടെ. ആൻഡ് യെസ്, ഐ എം വെരി വെരി ഹാപ്പി. ആൻഡ് നിങ്ങളും വേഗം തന്നെ ഹാപ്പിയൊക്കെ ആയിക്കോ. അപ്പോൾ ഈ വീഡിയോ വേഗം തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ പോയിട്ട് മാക്സിമം എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് നമുക്ക് വേഗം തന്നെ കാണാം. ചേക്കൻ ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. Bye.